ഹായ് നമസ്കാരം സുഹൃത്തുക്കളെ. ഞാനിപ്പോൾ ഉള്ളത് ആലപ്പുഴയിലെ പാതിരാപ്പള്ളിയിലാണ്. പാതിരാപ്പള്ളിയിലെ ദൈവം ഹോട്ടലിൻ്റെ റിവ്യൂ എടുക്കാനായിട്ടാണ് ഇന്നിവിടെ എത്തിയിരിക്കുന്നത്. ദൈവം ഹോട്ടൽ ദൈവത്തിൻ്റെ സ്വന്തം കയ്യൊപ്പുള്ള ഒരു ഹോട്ടലാണ്. അത്രയേറെ രുചിയുള്ള വിഭവങ്ങളാണ് ഇവിടെ വിളമ്പുന്നത്. ഒരുപാട് വർഷങ്ങളായിട്ടുള്ള ഒരു ഹോട്ടലാണ്. പണ്ട് ഇതൊരു ചെറിയൊരു ഹോട്ടലായിരുന്നു. അന്നേ വളരെ ജനപ്രീതി നേടിയ ഒരു ഹോട്ടലാണ് ആലപ്പുഴയിലെ പാതിരാപ്പള്ളിയിലുള്ള ഈ ദൈവം ഹോട്ടൽ. ദൈവം ഹോട്ടൽ വളരെ പ്രശസ്തമായി കൊണ്ടിരിക്കുകയാണ്. അവരുടെ രുചിയുടെ പെരുമ നാടെങ്ങും വ്യാപിച്ചു കൊണ്ടിരിക്കുകയാണ്. നാഷണൽ ഹൈവേയുടെ സൈഡിൽ തന്നെ ആയതുകൊണ്ട് ആളുകൾക്കൊക്കെ വന്ന് ചേരാനായിട്ട് വളരെ എളുപ്പമാണ്. ഇതിലൂടെ പാസ് ചെയ്യുന്ന ആരും ദൈവം ഹോട്ടലിലേക്ക് ഒന്ന് നോക്കിപ്പോകും. കാരണം അത്രയേറെ രുചി വിഭവങ്ങളാണ് ഇവിടെ വിളമ്പുന്നത്. ഇന്ന് ഈ ഒരു നിലയിലേക്ക് ദൈവം ഹോട്ടൽ മാറണമെങ്കിൽ തീർച്ചയായും അതിൻ്റെ രുചിയുടെ, മലയാള തനിമയുടെ ആ രുചി വിഭവങ്ങൾ വിളമ്പുന്ന ആ ഒരു പ്രശസ്തി ഒന്നുകൊണ്ട് മാത്രമാണ് എന്ന് നമ്മൾ വിശ്വസിക്കേണ്ടിയിരിക്കുന്നു. ഏതായാലും ദൈവം ഹോട്ടലിൻ്റെ റിവ്യൂ ആണ് നമ്മളിന്ന് എടുക്കുന്നത്. ദൈവം ഹോട്ടലിൻ്റെ കാഴ്ചയിലേക്ക് പോകാം. ദൈവം ഹോട്ടൽ വീട്ടിലെ രുചി എന്ന് വാചകത്തിന് എഴുതി വെച്ചിട്ടുണ്ട്. മുകളിലോട്ട് സ്റ്റെപ്പ് കയറുമ്പോഴേ നല്ല മനോഹരമായ ഒരു ഹോട്ടലിൻ്റെ ആംബിയൻസ് ആണ്. റൈറ്റ് സൈഡിലായിട്ട് കൗണ്ടറാണ്. താഴത്ത് ഒരുപാട് പേർക്കിരിക്കാം. പ്രത്യേകമാണ് വാഷ്റൂമൊക്കെ സജ്ജീകരിച്ചിരിക്കുന്നത്. ദൈവം ഹോട്ടൽ 2 നിലകളിലായിട്ടാണ് സജ്ജീകരിച്ചിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ താഴത്ത് തിരക്ക് കൂടുമ്പോൾ മുകളിൽ കുടുംബമായിട്ടും കൂട്ടുകാരൊക്കെ ആയിട്ട് പ്രൈവസി കിട്ടുന്ന തരത്തിലുള്ള റൂമാണ് മുകളിൽ സജ്ജീകരിച്ചിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഇഷ്ടംപോലെ ആളുകൾക്ക് ഒരേ സമയം ഭക്ഷണം കഴിക്കാനുള്ള സംവിധാനം ഇവിടെ ഏർപ്പെടുത്തിയിട്ടുണ്ട്. പാചകപ്പുരയിലെ മീനൊക്കെ വറക്കുന്നതിൻ്റെ തിരക്കിലാണ്. അറ്റ് എ ടൈം 4 ചീനച്ചട്ടിയിലാണ് മീൻ വറുത്തുകൊണ്ടിരിക്കുന്നത്. ശുദ്ധമായ വെളിച്ചെണ്ണയിലാണ് പാകം ചെയ്യുന്നത്. എന്താ പേര്? അജിത ചേച്ചിയാണ് മീൻ വറുത്തുകൊണ്ടിരിക്കുന്നത്. മത്തിയാണ് ഇവിടുത്തെ സ്പെഷ്യൽ. നല്ല വലിപ്പമുള്ള ശുദ്ധമായ നെയ്യുള്ള മത്തി വെട്ടി ഒരുക്കി അതിൻ്റെ അരപ്പ് ഗ്രേവിയൊക്കെ ചേർത്ത് പ്രത്യേക കൂട്ടാണ് ഇവിടുത്തെ പ്രത്യേകത. അതുകൊണ്ട് തന്നെ മത്തിയിലാണ് ഇവിടെ പേര് കേട്ടത്. മത്തി വറുത്തതാണ് ഈ ഒരു ഹോട്ടലിൽ വളരെ പ്രസിദ്ധമായിട്ടുള്ളത്. എങ്കിൽ തന്നെയും എല്ലാ മീനുകളും ഉണ്ട്. അയലയുണ്ട്, വറ്റയുണ്ട്, കേരയുണ്ട്, അങ്ങനെ എല്ലാ മീനുണ്ട്. നെയ്മീൻ ഒക്കെ ഉണ്ട്. പാഴ്സൽ റെഡിയാക്കുന്ന തിരക്കിലാണ് ഇവർ. ഒരുപാട് പാഴ്സലാണ് ഓർഡറായിട്ട് കിട്ടുന്നത്. അതുകൊണ്ട് തന്നെ നേരത്തെ റെഡിയാക്കി വെച്ചിട്ടുണ്ട്. ഉച്ച സമയത്ത് നല്ല തിരക്കാണ് ഇവിടെ. 51 പേർക്ക് ഒരുമിച്ച് ഇരിക്കാവുന്നതുകൊണ്ട് തന്നെ ആരും ക്യൂവിൽ നിൽക്കേണ്ടി വരില്ല. വന്നവർ ഭക്ഷണം കഴിച്ച് പോകാവുന്നതാണ്. റീറ്റേക്കാണ്. ഈ ഹോട്ടലിൻ്റെ ഓണർ ശ്രീ കാർത്തികേയൻ ചേട്ടനാണ്. കാർത്തികേയൻ ചേട്ടനെ ഒന്ന് പരിചയപ്പെടാം. നമസ്കാരം ചേട്ടാ. നമസ്കാരം. എത്ര നാളായി ഈ ഹോട്ടൽ തുടങ്ങിയിട്ട്? ദൈവം ഹോട്ടൽ 90 വർഷത്തിലായിട്ടുണ്ട്. 90 വർഷം കഴിഞ്ഞു. ആദ്യം നടത്തിയിരുന്നത് അമ്മയാണ് നടത്തിയതിൻ്റെ സ്റ്റാർട്ട് ചെയ്യുന്നത്. അമ്മയാണ് ഇതിൻ്റെ നേരെ ഓപ്പോസിറ്റ്. ഇതൊന്നും അല്ല, ചെറിയ ഓല ഷെഡായിരുന്നു. ചെറിയ ഓലോണ്ടാക്കി ചെറിയ ഷെഡായിരുന്നു.
അവിടെ അമ്മ തുടങ്ങിയതാണ്. അപ്പോൾ നേരെ ഓപ്പോസിറ്റ് ബോംബെ കമ്പനി എന്ന് പറഞ്ഞ വലിയ കെയർ ഫാക്ടറിയാണ്, വലിയ കെയർ ഫാക്ടറിയാണ്. ബോംബെ കമ്പനി എന്ന് പറയും. 10,000-ഓളം തൊഴിലാളി ജോലി ചെയ്ത സ്ഥലമാണ്. അന്ന് തുടങ്ങിയതാണ്, ആ കാലഘട്ടത്തിൽ തുടങ്ങിയതാണ്. അപ്പോൾ അന്ന് പോലെ ഇങ്ങനെ വന്ന് ഡെസ്ക് ബെഞ്ചൊന്നും ഇല്ല, നിലത്തിരുത്തിയാണ് ആഹാരം കൊടുത്തോണ്ടിരുന്നത്. ടേബിളില്ല, ഈ ക്യാഷ് കൗണ്ടർ ഇല്ല, മടിയിൽ കാശ് വെക്കും. ആ ഒരു കാലഘട്ടമൊക്കെ എനിക്ക് പറഞ്ഞു തന്നിട്ടുണ്ട്. എനിക്ക് എൻ്റെ അറിവുകൾ അതാണ്. പിന്നെ അതിനുശേഷമാണ് പുതിയ ഹോട്ടലിൽ ചെറിയ ഹോട്ടൽ മാറ്റി ഈ നിലയിലേക്ക് ഇപ്പം അത്യാവശ്യം എത്ര പേർക്ക് ഇരുന്ന് ഉണ്ണാൻ പറ്റും? 51 പേർക്ക് ഇരിക്കാം. 51 പേർക്ക് 51 പേർക്ക് അറ്റ് എ ടൈം ഇരുന്ന് ഭക്ഷണം കഴിക്കാൻ സാധിക്കും. എന്തൊക്കെയാണ് ഇവിടെ ഭക്ഷണ രുചി വിഭവങ്ങളൊക്കെ? എന്തിനാണ് മെയിൻ എന്ന് പറയുന്നത് മത്തി ഫ്രൈ ആണ്. അതാണ് മെയിൻ. ഞങ്ങളുടെ ജൈവ ഹോട്ടലിൽ വർഷങ്ങളായിട്ട് മത്തി ഫ്രൈ ആണ് ഉള്ളത്. അതൊക്കെ അമ്മ ഉണ്ടാക്കിയതാണ്. അമ്മ ഉണ്ടാക്കിയത് എൻ്റെ മൂത്ത മകളായിരുന്നു അതൊക്കെ ചെയ്തുകൊണ്ടിരുന്നത്. അവർക്ക് അധികം പ്രായമായപ്പോൾ അപ്പോൾ എൻ്റെ ഭാര്യ ചെയ്യാൻ തുടങ്ങി. അങ്ങനെ പാരമ്പര്യമായിട്ട് അങ്ങനെ തുറന്നു പോകുന്നുണ്ട്. മത്തിയുടെ ആ ഒരു പിന്നെ അതിൽ ചേർക്കുന്ന ഒരു ഗ്രേവി ഉണ്ടല്ലോ, ഗ്രേവി അതാണ് കൂട്ടാണ് വിഷയം. മത്തി ഫ്രഷ് ആയിട്ട് എടുക്കുന്നത് ഞങ്ങൾ വേറൊരു സാധനം ഈ പൊടികളൊന്നും വാങ്ങിക്കത്തില്ല, എല്ലാം മേടിച്ച് പൊടിക്കുകയല്ല. സാധനം മഞ്ഞളായാലും മല്ലിയായാലും എല്ലാം മേടിച്ച് ഉണക്കി പൊടിച്ചെടുക്കുന്ന കാര്യങ്ങളെല്ലാം ചെയ്യും. പൊടി ഐറ്റംസ് ഒന്നും വാങ്ങിക്കാറില്ല. ഫിഷൊക്കെ കൊണ്ടുവരുന്ന കടപ്പുറത്തുനിന്ന് ഡയറക്റ്റ് കടപ്പുറത്തുനിന്ന് വേറെ ആൾ വെട്ടി ക്ലീൻ ആക്കി കൊണ്ടുവരും. പിന്നെ ഒന്നുകൂടെ കഴുകും. നമുക്ക് നല്ല ഫ്രഷ് ആയിട്ടുള്ള മീനാണ് കിട്ടുന്നത്. നാളെ മീൻ മേടിക്കുന്നത്. മത്തിയും മറ്റുള്ള മീൻ വിഭവങ്ങളൊക്കെ ഉണ്ടല്ലേ? മത്തിയുണ്ട്, അയിലുണ്ട്, കേരക്കറിയുണ്ട്, കക്കാർച്ചയുണ്ട്, ഈ നെയ് മീനുണ്ടാവും. എന്ത് മീനാ ഇപ്പോൾ ഉള്ളത് എല്ലാം ഉണ്ടാവും. പിന്നെ ഈ ഇറച്ചി അങ്ങനെയുള്ള അതില്ല, ഇറച്ചി ഇറച്ചിയൊന്നും ഇല്ല. മത്തി മെയിൻ, അല്ലെങ്കിൽ അയില, കക്കാർച്ചി, കേരക്കറി, പിന്നെ നെയ്മീൻ, വറ്റ, എല്ലാ ഐറ്റംസും ഓരോ ദിവസം ഒരു ഇത്. രണ്ടെണ്ണോ മീനുള്ളത്? 200 മീനുണ്ട്. 250. ഒരു കക്കയിലേ ഉള്ളൂ, 250 എടുത്തു. ഒരു ഊണിന് എത്ര രൂപയാണ് മീൻകുട്ടിയുള്ള ഊണ്? മീനില്ലാത്ത ഊണിന് 60 രൂപയുള്ളൂ. 60. മീനില്ലാത്ത ഊണിന് ഉള്ളി 60 രൂപ. മീനുള്ളതിന് 100 രൂപ. മീൻകുട്ടി ഊണുന്നതിന് വറുത്തതൊക്കെ ആയിട്ട് 100 രൂപ. ആവശ്യത്തിന് ചോറും കറി എല്ലാം കൊടുക്കും. 100 രൂപ വാങ്ങിക്കുന്നത്. മീനില്ലാത്തതിന് 60 രൂപ. പ്രശസ്തരായ വ്യക്തികൾ ആരെങ്കിലും ഒക്കെ ഇവിടെ വന്ന് ഭക്ഷണം കഴിക്കാറുണ്ടോ? മന്ത്രിമാരൊക്കെ വരാറുണ്ട്. മന്ത്രി ഇത് ഉദ്ഘാടനം ചെയ്ത ബഹുമാനപ്പെട്ട കൃഷിമന്ത്രിയാണ് ഉദ്ഘാടനം ചെയ്തത്. സാറാ സജ്ജി ചെറിയാൻ വരാറുണ്ട്. രാഷ്ട്രീയ നേതാക്കന്മാരൊക്കെ ഐസക് സാറ്, സുധാകർ സാറ് എല്ലാവരും വരാറുണ്ട്. എത്ര നാളായി ഈ ഒരു പുതിയ കെട്ടിടം പണിതിട്ട്? 5 മാസം. കൃഷിമന്ത്രിയാണ് ഉദ്ഘാടനം ചെയ്തത്. 5 ദിവസം ഉണ്ടായിരുന്നു. നമ്മുടെ ബഹുമാനപ്പെട്ട ആലപ്പുഴ MLA ജിത്തരഞ്ജൻ, SNDP പിന്നെ യുവൻ പ്രസിഡന്റ് സെക്രട്ടറി പ്രേമാനന്ദൻ അവരൊക്കെ ഉദ്ഘാടനം ചെയ്തു. സന്തോഷം. ഏതായാലും ആ ഒരു ചെറിയ ഹോട്ടലിൽ നിന്ന് 90 വർഷങ്ങൾക്ക് ശേഷം ഈ ഒരു നിലയിലേക്ക് എത്തിയതിലും പരിശ്രമമുണ്ട്. അതുപോലെ തന്നെ മാതാപിതാക്കളുടെ പരിശ്രമമുണ്ട്. ഇപ്പോൾ വൈഫാണ് മെയിൻ ഷെഫെന്നല്ല, ജോലി ചെയ്യുന്ന സ്റ്റാഫാണ്. അറിയാൻ പാടാത്ത എല്ലാത്തിലും ഇടപെടും അല്ലേ? ആ ഒരു രുചി പെരുമ സാധിക്കുന്നു. ഡയറക്ഷൻ എല്ലാം നോക്കും, എല്ലാം നോക്കിയിട്ട് കൊടുക്കും. സന്തോഷം. ഏതായാലും നല്ല അഭിപ്രായമാണ് എല്ലാവർക്കും. ശരിയല്ലേ? അവിടെ വർഷങ്ങളായിട്ട് പഠിക്കുന്ന ആളാണ്. പഠിക്കുന്നത് ചോദിക്കും. വർഷങ്ങളായിട്ട് ഭക്ഷണം കഴിക്കുന്നവരോട് തന്നെ വന്ന് കഴിക്കും. പിന്നെ എത്ര വർഷം ഈ കേരളത്തിൽ അങ്ങോളം ഇങ്ങോളവരൊക്കെ ഇവിടെ യാത്ര ചെയ്യുമ്പോഴത്തേക്കും ഇവിടെ ബ്രാൻഡ് നെയ്മാണല്ലോ ദൈവം എന്ന് പറയുന്നത്. ഏതായാലും വളരെ സന്തോഷം. എല്ലാവിധ ആശംസകളും. ഷെൽട്ടൺ. ഓക്കെ. ഇവിടുന്നാണോ ഭക്ഷണം കഴിക്കുന്നത് സ്ഥിരം? ഞാനൊരു ഏകദേശം ഒരു 15 ഇയേഴ്സായിട്ട് 15 വർഷമായിട്ട് ഇവിടെ നിന്നാണ് ഭക്ഷണം കഴിച്ചുകൊണ്ടിരിക്കുന്നത്. എൻ്റെ വീട് കൊല്ലമാണ്. അപ്പോൾ ഞാനിവിടെ സിംഗിളായിട്ട് സ്റ്റേ ചെയ്യുക. അപ്പോൾ എൻ്റെ ലഞ്ച് ഇവിടുന്നാണ് സ്ഥിരമായിട്ട്. ഓക്കെ. സന്തോഷം. കൊല്ലത്തൊന്നും അല്ല, അതുപോലെ തന്നെ കേരളത്തിലുടനീളമുള്ള ആളുകളൊക്കെ ഇവിടെ നിന്ന് ഭക്ഷണം കഴിക്കുന്നത്. എന്താണ് ഇഷ്ടപ്പെട്ട വിഭവം ഇവിടുത്തെ? നമ്മൾക്ക് എല്ലാം ഇഷ്ടപ്പെട്ടതാണ്. ഇവിടുത്തെ സാമ്പാർ അടിപൊളിയാണ്. പൊതുവേ എല്ലാവരും മീനിൻ്റെ കാര്യമാണ് പറയുന്നത്. എന്നിരുന്നാൽ തന്നെ മീൻ മാത്രമല്ല, മീൻ ഫ്രൈ ആണ് എല്ലാവരും ഹൈലൈറ്റ് ആയിട്ട് പറയുന്നത്. പക്ഷേ സാമ്പാറും ബാക്കിയുള്ള തോരനും ഒക്കെ എല്ലാം നമുക്ക് ഹോംലി ഫുഡാണ്. താങ്ക് യു സോ മച്ച്. താങ്ക് യു.
എങ്ങനെയുണ്ട് ഭക്ഷണമൊക്കെ? വർഷങ്ങളായിട്ട് ഇവിടുന്ന് കഴിക്കുന്നത്. എത്ര വർഷമായി? ഇപ്പോൾ ഒരു 5-8 വർഷമായി. 5-8 വർഷമായി. ഇഷ്ടപ്പെട്ടു? ഇവിടുത്തെ ഭക്ഷണമൊക്കെ ഇവിടുത്തെ എല്ലാം വേറെ ആലപ്പുഴ ജില്ല വേറൊരു ഭക്ഷണം ഇല്ല. ഇവിടുത്തെ പിന്നെ പുളിശ്ശേരിയാണ് മെയിൻ. പുളിശ്ശേരി മെയിൻ, പിന്നെ മീൻകറി, മീൻ വറുത്തത്, പിന്നെ പച്ചമോരെന്ന് പറഞ്ഞാൽ തൈര് കണക്കിരിക്കുന്നതാണ്. പാല് മേടിച്ച് ഉറ വെച്ചിട്ട് ഇവിടെ തന്നെ തൈരുണ്ടാക്കുന്നതാണ്. മനസ്സിലായോ? അതുകൊണ്ട് ഒരു പ്രത്യേകത ഇതിനകത്തുണ്ട്. തൈര് കണക്ക് തന്നെ ഇരിക്കണ മോര, അല്ല വെറും മോരല്ല, ഓട്ട വെള്ളമല്ല, തൈര് കണക്കിരിക്കുന്ന മോര. അതുകൊണ്ട് ഊണിനൊരു പ്രത്യേക ഒരു ഗുണമുണ്ട്. നല്ല സർവീസുമാണ് അവരെല്ലാവരും. സുഖമായ ഭക്ഷണം. ആലപ്പുഴ ജില്ലയിൽ ഏറ്റവും നമ്പർ 1 ഭക്ഷണം. ഇവിടെ ട്യൂഷനിലെ കാത്തി 100 രൂപ. അറിയാൻ സ്ഥിരം പരിചയമുള്ള ആൾക്കാർ, സ്ഥിരം വരുന്ന ആൾക്കാർക്ക് 80 രൂപ എടുക്കുന്നുള്ളൂ. സ്ഥിരം വരുന്ന ആൾക്കാർ മീൻകറി ഉൾപ്പെടെ വറുത്ത ഉൾപ്പെടെ. അത് സ്ഥിരം വരുന്ന ആൾക്കാർക്ക് ഒരു പ്രത്യേക ഇത് വേറെ അങ്ങും കിട്ടത്തില്ല. ഏത് ചാനൽ? കേരളം. പേര് അശോക് കുമാർ. ഞങ്ങൾ കുത്തിയതോടുന്നു. കഴിക്കുന്ന വർഷങ്ങളായിട്ട് യാത്ര ചെയ്യുമ്പോൾ പഴയ കടയായിരുന്നു, ഇപ്പോൾ പുതിയ കടയാണ് എന്നുള്ള വ്യത്യാസമുണ്ട്. രുചി തന്നെ. ഹൈവേയുടെ പണി നടക്കുന്നതിനാൽ ബുദ്ധിമുട്ടൊന്നുമില്ല. സർവീസ് റോഡ് നേരെ ഇങ്ങ് പോന്നാൽ പാർക്കിംഗ് ഉണ്ട് വാതിൽക്ക് തന്നെ. കൂടാതെ ഈ സർവീസ് റോഡിൻ്റെ സൈഡിലൊക്കെ പാർക്ക് ചെയ്യാം നമുക്ക് ഇഷ്ടം പോലെ. ദൈവം ഹോട്ടലിലെ വിഭവസമൃദ്ധമായ ഭക്ഷണമൊക്കെ കഴിച്ച് വീട്ടിലേക്ക് പോകാനായിട്ട് സമയമായി. ഏതായാലും ഇവിടുത്തെ മത്തി വറുത്തത് വളരെ ടേസ്റ്റാണ് കേട്ടോ, ഒരു അപാര ടേസ്റ്റാണ്. നിങ്ങളും വന്ന് ഈ രുചി വിഭവങ്ങളൊക്കെ ഒന്ന് അനുഭവിച്ചറിയുക തന്നെ വേണം. ഒരു പ്രത്യേക ആനന്ദമാണ്. നമ്മൾ ഭക്ഷണം കഴിക്കുന്നത് സ്നേഹത്തോടെ, വീട്ടിലെ രുചിയോടെ, ആ ഒരു തനിമയോടെ വിളമ്പുമ്പോൾ അതിനൊരു പ്രത്യേക സുഖമുണ്ട്. ആ ഭക്ഷണം കഴിക്കാൻ നമുക്ക് വളരെ ഇഷ്ടം തോന്നും. അതുകൊണ്ട് തന്നെയാണ് ഈ തിരക്കിന് പിന്നിലെ രഹസ്യം എന്ന് പറയുന്നത്. ആ രുചിക്കൂട്ടുകൾക്ക് ഇത്രയും നാളത്തെ പഴമയുണ്ട്. അതുപോലെ തന്നെ ആ ഒരു പാരമ്പര്യം പുതിയ തലമുറയിലേക്ക് പകർന്നു നൽകുകയാണ് ദൈവം ഹോട്ടൽ പാതിരപ്പള്ളി. പുതിയൊരു വീഡിയോയിൽ മറ്റൊരു വിശേഷവുമായി കാണുന്നതുവരെ ദിസ് ഈസ് പ്രവീൺ ശ്രീരംഗം. ടേക്ക് കെയർ. ബൈ ബൈ.